ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മുട്ട റോസ്റ്റിന്റെ റെസിപ്പിയാണ്. ഞാൻ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് വേണ്ട പാൻ ചൂടായിരിക്കുക. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കും. മുട്ട റോസ്റ്റിനൊക്കെ വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നാലേ ഉള്ളി നന്നായിട്ട്, ഈ സവാള നന്നായിട്ട് വഴണ്ട് വരത്തുള്ളൂ. ഇച്ചിരി എണ്ണ നല്ലോണം വേണം. ചൂടായ എണ്ണയിലേക്ക്, എണ്ണ ചൂടായി, ഇതാണ്ട് ഇത്ര ഒരു 3 ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂണേ ഉള്ളു. അത് ഞാൻ ചതച്ചതാ കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കരുത് കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് അതിനകത്തിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് ഇനി അതിലേക്ക് തണ്ട ഞാൻ 4 ചെറിയ സൈസ് സവാള 4 എണ്ണം. ഈ സവാള ഇത്തിരി ഏറെ വേണം ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ. വേണ്ട 1 ടീസ്പൂണ് ഉപ്പിട്ടു. അതിലേക്ക് തണ്ട 2 പച്ചമുളക്. സവാളയെ നീളത്തിലരിയണം കേട്ടോ, കനം കുറഞ്ഞ നീളത്തിലരിയണം. ഇനി നമുക്കാണ്ട് മസാല ചേർക്കാം. ഇപ്പോൾ എത്രയും വഴണ്ട്, നല്ലോണം വഴണ്ട്. ഇനി ഇതിലേക്ക് ഇത്തിരി മസാല ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ, രണ്ടും കൂടിയാണ് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണ് എരിയുള്ള മുളകും, 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, ഇത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് പെരിഞ്ജീരകം പൊടിച്ചത്. അത് ഞാൻ ഇച്ചിരി പെരിഞ്ജീരകം ഒരു സ്പെഷ്യൽ രീതി പൊടിച്ചെടുത്തേക്കുന്നതാണ്. 1/2 ടീസ്പൂണാണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്തത് കേട്ടോ. ആ കുറച്ച് ഒരു 100 ഗ്രാം പെരിഞ്ജീരകത്തിനകത്ത് ഞാൻ 2 ഗ്രാമ്പും ഇത്തിരി ഏലക്കയും 1-2 ഏലക്ക വെച്ച് കറിവേപ്പില ഉണങ്ങി പൊടിച്ചതും ഒക്കെ ചേർത്താണ് ആ മസാല ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതപ്പം ഗരം മസാല പോലെ തന്നെ ഇരിക്കും. നല്ല പെരിഞ്ജീരകം മാത്രം പൊടിയല്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാം, പെരിഞ്ജീരകം മാത്രം. ഒരു വളരെയും ചെറിയൊരു തക്കാളി അതിൻ്റെ ആവശ്യമുള്ളു. ഇതാണ്ട ഫ്ലെയിം ഇത്തിരി കൂട്ടി വെച്ച്, തക്കാളി ഇട്ടപ്പോൾ ഇത്തിരി ഫ്ലെയിം കൂട്ടി വെച്ച്. മസാല ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചേക്കണം കേട്ടോ. ഞാൻ 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുന്നത്. അപ്പം പെട്ടെന്ന് ഈ തക്കാളി അങ്ങ് വേവും, അല്പം ഗ്രേവിയും കാണും. അപ്പം ഇത്തിരി നേരം ഒന്ന് അടച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഇതാണ്ടത് ഇതിനകത്തിലേക്ക് ആ മുട്ട ചേർക്കാം. ഞാൻ എടുത്തിരിക്കുന്നുണ്ട് 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 മുട്ട കണ്ട അത് തണ്ട ഞാൻ പുഴുങ്ങിയിട്ട് തണ്ട ഇങ്ങനെ ഒന്ന് കീറിയിട്ടുണ്ട്. 4 സൈഡും ഒന്ന് കീറിയിട്ടുണ്ട് അകത്തോട്ട്. അന്നേരം ആകുമ്പോൾ നല്ലോണം അരപ്പൊക്കെ പിടിക്കും അതിനകത്തിൽ. ഇനി ഇത് മുട്ട നിങ്ങൾക്ക് പുഴുങ്ങാനാണെങ്കിൽ എളുപ്പം വെക്കും. എന്താണ്ട് ഈ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റീമറില്ലയോ, അതിനകത്തിലേക്കൊന്ന് വെച്ചിട്ട് അതിനകത്ത് വെള്ളം അടിച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ട് തന്നെ ആ തട്ടിലേക്ക് ഒന്ന് വെച്ചാൽ മതി. വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചാൽ മതി. അതുപോലെ തന്നെ പ്രഷർ കുക്കറിനകത്തിലും വയ്ക്കുക. പ്രഷർ കുക്കറിനകത്തിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട്, ഉപ്പിട്ടിട്ട് അതിൽ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഈ മുട്ടയുടെ മേളിൽ വരെ വെള്ളം നിൽക്കണം. എന്നിട്ട് അത് ഒരു വിസിൽ മതി, ഒറ്റ വിസിൽ മതി. നിർത്തിയിട്ട് കഴിഞ്ഞാൽ മുട്ട വെന്ത് കിട്ടും. അല്ലാതെ വെറുതെ ഇട്ട് അടുപ്പിലിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്നും മുട്ട വേവിക്കേണ്ട കാര്യമില്ല. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളു. അത് ഉണ്ട്, ഉപ്പൊക്കെ ഉണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ ഇതിനകത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലാ കേട്ടോ. അതുകൂടെ ഞാൻ ഇതിനകത്ത് ചേരാം. ടേസ്റ്റാണ് അങ്ങനെ ആകുമ്പോൾ. ഇതിപ്പോൾ ഇനി തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ശരി ഒന്ന് മിക്സ് ആകണം. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങളുടെ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി ചേർക്കണം. അപ്പോൾ ആ മുളകിൻ്റെ എരിവൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല, ഒത്തിരി ഫീൽ ചെയ്യത്തില്ല.
നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. നമ്മുടെ എഗ് റോസ്റ്റ് റെഡിയായി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പം ഇത് നിങ്ങൾക്ക് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൂരി ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റ്. അതിൻ്റെ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തേക്കും കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ നല്ല ടേസ്റ്റ്. പിന്നെ ആ മസാല അടിപൊളിയാട്ടോ. ആ മസാല ആ ഗരം മസാലയ്ക്ക് പകരം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഗരം മസാല ചേർത്താൽ മതി. ഞാൻ ആ പെരുംജീരകം പൊടിച്ചു വെച്ചിരിക്കുന്നതിന്റെ വീഡിയോ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. നല്ല സ്പെഷ്യൽ ഗരം മസാല അത്. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.